ചീരവിയിൽ വെക്കാനായിട്ട് ചീര അമ്മ പറിക്കാൻ പോയിട്ടുണ്ട്. നേരത്തെ കാണിച്ച ചീരയില്ല, അത് അമ്മ പറിക്കാൻ പോയിട്ടുണ്ട്. തേങ്ങ വേണം, ഏകദേശം ഒരു അരമുറി തേങ്ങ ഉണ്ട്. ഇത് ചിരണ്ടി വെച്ചേക്കണത്, ചെറിയ പൂളൊക്കെ ഉണ്ട്, അതൊക്കെ മിക്സിയിലടിക്കാൻ പൊക്കോളും. നേരത്തെ കാണിച്ച കരിവേപ്പില, അതിന് 2-3 തണ്ട് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 6 ചെറിയ ഉള്ളി, കുഞ്ഞിതാണ് കേട്ടോ, വേണമെങ്കിൽ 2-3 കൂടി ഇട്ടോ. ഇതൊക്കെ ഒന്ന് അരച്ചിട്ട് റെഡിയാക്കാം. ആ സാധനം തേങ്ങയും ഇതൊക്കെ കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും ഉണ്ട്, ഇതുപോലെ അരിഞ്ഞാൽ മതി. അധികം വെണ്ണ പോലെ ഒന്നും അരയണ്ട കേട്ടോ. അത്യാവശ്യം ഒന്ന് ഒരു 10 സെക്കൻഡ് ഒന്ന് അരച്ചാൽ മതി, ഇച്ചിരി വെള്ളം കുറച്ച്. അപ്പോൾ ചീര അവിയലിന് വേണ്ടിയിട്ട് നേരത്തെ പറിച്ച ചീര ഇത് കണ്ടോ, ഇത് ഇല മാത്രം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് തണ്ട് കണ്ടോ, ചീരയുടെ തണ്ട് നല്ല കട്ടിയുള്ള തണ്ട്, ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ അരിഞ്ഞിട്ടാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ തണ്ട് ഇതിനകത്ത് അരിഞ്ഞിടാം. പിന്നെ നമ്മുടെ ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ചക്കപ്പുഴുക്കിൻ്റെ കുറച്ച് ചക്കൂര് എടുത്തിട്ടുണ്ടായി, ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. പച്ച മാങ്ങ പുളി ഇട്ടാനായിട്ട് പച്ച മാങ്ങ, ഈ പഴുത്ത മാങ്ങ ഇട്ടുണ്ട് കേട്ടോ, അത് തിന്നാൻ വേണ്ടി ഇട്ടതാണ്. 2 മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ ഒരെണ്ണം പഴുത്തായി. അപ്പോൾ ഇതിട്ടുണ്ട, ഈ പച്ചമാങ്ങ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചീരവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം അടുപ്പ് കത്തിക്കട്ടെ കേട്ടോ. അടുപ്പ് കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കിട്ടാൽ മതി. ഏകദേശം അത് ജസ്റ്റ് ഒന്ന് മുങ്ങി നീങ്ങാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി. എല്ലാ കഷ്ണങ്ങളെയും മുങ്ങി നീക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക, ഏകദേശം ഒരു 3/4 സ്പൂണ്. മുളക് പൊടി ഏകദേശം ഒരു 2 ടീസ്പൂൺ. ഒരു ഇച്ചിരി കൂടി കൂടുതൽ കേട്ടോ, ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൂടാ കേട്ടോ. പിന്നെ അല്ലെങ്കിൽ എന്നൊരു ചുമന്ന കളറായിരിക്കും, എന്ന് വെച്ചാൽ ചുമന്ന ഈരല്ലേ. അപ്പോൾ ഉപ്പ് ഇടുക. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി, പിന്നെ ആവശ്യത്തിന് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം. ഇതൊക്കെ ഇടുക, എന്നിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് ഫുൾ ഫ്ലെയിം വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. ഞാൻ ഏതായാലും ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഏകദേശം ഒരു 10-12 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതുണ്ടാവും, നല്ലോണം വെന്തിട്ടുണ്ട്, ചക്കക്കുരുക്ക് വെന്തിട്ടുണ്ട്. ഞെക്കി നോക്കി അറിയാം കേട്ടോ, പെട്ടെന്ന് ഞെങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ തീ ഇപ്പോഴും ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇല ചേർക്കാം. അരിഞ്ഞ് വെച്ചേക്കുന്ന ഇല, അതിനകത്ത് ചെറിയ മറ്റേ കിളുന്ന തണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് കഴുകണം കേട്ടോ. പുറത്ത് നിന്ന് നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് മഴയൊക്കെ പെയ്യണ കാരണം അങ്ങനെ പൊടിയൊന്നുമില്ല. എന്നാലും നമ്മളൊരു 2 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ഏകദേശം ഒരു പുളി അനുസരിച്ചിട്ടോ, ഞാൻ ഇത്ര മാങ്ങ ഇടുന്നുണ്ട്. ഏകദേശം ഒരു 2 മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. നല്ല പുളികളാണെങ്കിൽ അത്രയൊന്നും ഇടരുത്. ഇതിപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയിട്ട് വലിയ പുളിയില്ല. ഇളക്കി ഇതൊന്ന് വേവാൻ വെക്കണം. ജസ്റ്റ് ഒന്ന് വാടിപ്പിച്ചാൽ മതി. ഇല പെട്ടെന്ന് വാടിക്കിട്ടും.
അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആ മാങ്ങയും ഇതൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ എന്താ കളറൊക്കെ മാറി. ഫുള്ള് ചീര പെട്ടെന്ന് വാടി കിട്ടും. പിന്നെ എന്താ മാങ്ങയുടെ ഇത് പെട്ടെന്ന് വേവണ മാങ്ങയാണ്. അത്യാവശ്യം വെന്തിട്ടുണ്ട്. അതൊക്കെ ഇനി ഒരു കാര്യം അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും അതിലേക്ക് ചേർക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ, അത് ഇതിനധികം ചേർക്കാം. ഇതൊന്ന് മിക്സിയുടെ ജാറൊന്ന് കഴുകി വയ്ക്കട്ടെ കേട്ടോ. അധികം വെള്ളം ഒഴിക്കരുത്. അധികം വെള്ളം ഒഴിക്കരുത്. ജസ്റ്റ് ഇനി ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം കേട്ടോ. ശരിക്കും ഇളക്കി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം തേങ്ങയുടെ. അപ്പോൾ ഇത് ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ മൂടി വെക്കണ്ട. ഒരു മീഡിയം ഇതിനകത്തിട്ടിട്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വറ്റി കിട്ടും. വേറെ ഒഴിച്ചുകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കട്ടയായിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ വേറെ ഒഴിച്ചുകറിയൊന്നും ഇല്ലാത്ത ഇച്ചിരി ലൂസായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, അതിനിപ്പോൾ ഇരുന്നും പറ്റും കേട്ടോ. ഇത് കുറച്ചുകൂടി ഇരുന്ന് പറ്റും. വേണമെങ്കിൽ ഒന്നുകൂടി പറ്റിക്കാം. ഞങ്ങളിങ്ങനെയൊക്കെ ഏകദേശം ഉണ്ടാക്കാറുള്ളൂ. ഇച്ചിരി ഇത് വേണ്ട. ഇനിയിപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കരിവേപ്പില ഇങ്ങനെ ഇടാം. ഏകദേശം ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇളക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇരുന്നൊന്നുകൂടി വറ്റു സാധനം. അപ്പോൾ ഇത്രേ ഉള്ളൂ ചീരവേൽ പരിപാടി. ഇത് വെട്ടി വെച്ച് 2 മിനിറ്റ് മൂടി കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഊണിക്കാറാകുമ്പോഴത്തേക്ക് സാധനം വറ്റി നല്ല സെറ്റപ്പ് ആയിക്കോളും. ഇങ്ങനെയാണ് ചീരവേൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചീരയൊക്കെ പറമ്പിൽ വച്ച് പിടിപ്പിച്ച് അതൊക്കെ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. മേടിക്കുന്ന ചീരയാണെങ്കിലും ഉണ്ടാവുമായിരിക്കും തോന്നുന്നു. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.